അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനി, മോൻ്റെ പേര് ഡാറോൺ. ഞാൻ കോട്ടയം മള്ളുശ്ശേരി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കല്യാണം 2014 എൻ്റെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞാവ പ്രഗ്നൻ്റായി 2 മാസത്തിന് ശേഷം എൻ്റെ കുഞ്ഞ് നഷ്ടമായി, മിസ്കാരേജായി. അതിന് ശേഷം 2019 കൃപാസന മാതാവിനെ പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ മമ്മി വഴി. 2018 ലാസ്റ്റ് കൃപാസന മാതാവിനെ അറിയുകയും കൃപാസന മാതാവിനോട് ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം 2019 മാർച്ചിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2019 ഡിസംബറിൽ മാതാവ് എനിക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. കുഞ്ഞിൻ്റെ പേര് ഡാരോൺ എന്നാണ്. അതിൻ്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. അതിനുശേഷം ഞങ്ങൾ 2022 നാട്ടിൽ വരികയും ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് ഇവിടെ അകത്തോട്ട് പ്രവേശനം ഇല്ലാത്തതുകൊണ്ടും സാക്ഷ്യം പറയാൻ പറ്റാത്തതുകൊണ്ടും മാതാവിൻ്റെ നടുക്കൽ വന്ന് കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. അതിനുശേഷം ഇപ്പം ഞങ്ങൾ 4.5 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. 4.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ സാക്ഷ്യം പറയുന്നത്. അതിനുശേഷം ഞങ്ങളവിടെ ഇറ്റലിയിൽ ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രസൻസ് ഫീലിംഗ് ചെയ്തു. അതിനുശേഷം മാതാവ് ഞങ്ങൾക്കൊരു വീട് വാങ്ങിക്കുവാൻ സഹായിച്ചു. അത് വീട് വാങ്ങിക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടസ്സവും കൂടാതെ ഒരു ബുദ്ധിമുട്ടും അറിയാതെ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങളൊരു വീട് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഒരു വാഹനം വാങ്ങിച്ചു. അത് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വാഹനവും മാതാവ് ഞങ്ങൾക്ക് തന്ന വാഹനവും തമ്മിൽ ഒത്തിരി വ്യത്യാസവും മാതാവിൻ്റെ കളറും മാതാവിൻ്റെ പ്രസൻസോടുകൂടി ഞങ്ങൾ ആദ്യം മാതാവിനെയാണ് ഞങ്ങൾ ആ വണ്ടിയിൽ ഇരുത്തിയത്. മാതാവിനെ ഇരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ പോലും ആ വാഹനത്തിൽ കയറി ഇരുന്നത്. അത്രയും അനുഗ്രഹവും മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഇപ്പം 2025 ഒക്ടോബറിൽ ഞാൻ നാട്ടിൽ വന്ന് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തിരുന്നു. അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ച് ഞാൻ ഇറ്റലിയിൽ ചെന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അപ്പോയിൻമെൻറ്റ്സുകളും ഞങ്ങൾക്ക് എന്തൊരാവശ്യത്തിന് എവിടെ ചെന്നാലും എല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് കിട്ടുന്നതും. ഒരു തടസ്സവും കൂടാതെ ഒരു പേപ്പറുകളില്ല എങ്കിൽ പോലും ആ പേപ്പറുകൾ ചോദിക്കാതെ ഞങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളും മാറ്റി മാതാവ് നടത്തി തരുന്നുണ്ട്. കുടുംബത്തിൽ ആത്മീയമായിട്ട് ഞങ്ങൾ ഒരുപാട് വളർന്നു. കുടുംബ പ്രാർത്ഥന സ്ഥിരമായി കൊന്ത ചെല്ലുവാനും ബൈബിൾ വായിക്കുവാനും കൃപാസന പ്രാർത്ഥനകൾ ചെല്ലുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും എല്ലാത്തിനും ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹം തന്നു. കുഞ്ഞ് രാവിലെ ഏറ്റു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പോയി മാതാവിനെ എടുത്ത് ഉമ്മ കൊടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുകയും ഞങ്ങൾ വചനം എഴുതിയിട്ടിട്ടുണ്ട് റൂമിൽ. വചനം എഴുതിയ ആ രൂപത്തിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ, മാതാവിൻ്റെ മുഖം പതിഞ്ഞു വരികയും ചെയ്തു. അതുകൂടാതെ തിരികളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പം തിരികളിൽ മാതാവിൻ്റെ അടയാളങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഓരോരോ അടയാളങ്ങൾ മാലാഖ പറക്കുന്നത് പോലെ മാതാവ് തിരിയിൽ ചുറ്റും പറക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഓരോ അടയാളങ്ങളും എന്ത് തടസ്സം വന്നാലും എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് മുമ്പോട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഡാഡിക്ക് വരുന്ന അസുഖങ്ങളാണെങ്കിൽ പോലും അതിനുശേഷം തിരിയിൽ വന്നതിന് ശേഷമായിരിക്കും 2 ദിവസത്തിനുള്ളിൽ ഡാഡിക്ക് എന്തെങ്കിലും മേലായിക വരും. ആശുപത്രിയിൽ ചെല്ലും. തിരിയിൽ വന്ന അടയാളം എന്താണോ അതായിരിക്കും ഡാഡിയുടെ അസുഖം. അതുപോലെ മാതാവ് ഞങ്ങളെ കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അഖണ്ഡ ജപമാലയ്ക്ക് വന്നപ്പം ഞാൻ നാട്ടിൽ വന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ച് എറണാകുളം ടൗണിൽ നടന്ന് എല്ലാ 8 പത്രങ്ങളും ഞാൻ കൊടുത്തു. ഇറ്റലിയിലേക്ക് പോയപ്പം ഇറ്റാലിയൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ചെയ്തു. പിന്നെ മാതാവിനെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും ഞാൻ കളയാറില്ല. ഞാൻ കാരണം ഒരു 30 പേരെങ്കിലും മാതാവിനെ അറിയുകയും മാതാവിനെ ഉടമ്പടി എടുക്കുകയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു. പിന്നെ കുർബാന ഞായറാഴ്ച ദിവസങ്ങളിൽ പരമാവധി ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ജോലി സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഞായറാഴ്ച ദിവസങ്ങളിൽ പറ്റുന്നത് പോലെ ഞങ്ങൾ കുർബാനയ്ക്ക് പോവുകയും ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോവുകയും ചെയ്യാറുണ്ട്. കുമ്പസാരം ഞങ്ങൾ മാസത്തിൽ 1 ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ജനനം മുതൽ ഞാൻ അങ്ങേ ആഗ്രഹിച്ചു.
മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കും. സങ്കീർത്തനം 71:6 നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിനൊരു കരുതലുണ്ട് നമ്മെപ്പറ്റി. നമ്മൾ സ്വയം ആരംഭിച്ചതല്ല നമ്മുടെ ജീവിതം. ദൈവത്തിൻ്റെ കരുതലിലാണ് നമ്മുടെ തുടക്കം. ബാല്യം മുതൽ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ജനനത്തിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ സംരക്ഷണവും ഒരു പദ്ധതിയുമുണ്ട് നമുക്കായിട്ട്. ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിഞ്ഞ ഒരു മകളുടെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ജിനിമോൾ ജോസ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. 6 വർഷം കഴിഞ്ഞുണ്ടായ ഒരു മകനാണ് ഇന്ന് നമ്മുടെ മതിയെ സാക്ഷിയായിട്ട് നിൽക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ആദ്യം ഉണ്ടായ കുഞ്ഞ് മിസ്കാരേജായി പോയി. പിന്നീട് വന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു, പ്രാർത്ഥിച്ചു. പിന്നീടാണ് ഗിഫ്റ്റ് ഓഫ് ഗോഡായിട്ട് ഈ മകനെ ഈശോ അമ്മയും അനുഗ്രഹിച്ച് നൽകിയത്. പിന്നെ ഓരോ കാര്യങ്ങളും ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മക്കളുടെ ജീവിതത്തിൽ ചോദിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും നടത്തി പോകുന്നത്. വീട് വാങ്ങാൻ ആഗ്രഹിച്ചു, വാഹനം മേടിക്കാൻ ആഗ്രഹിച്ചു. ഇതെല്ലാം ഈശോയുടെയും അമ്മയുടെയും പ്രസൻസോട് കൂടിയാണ്, പ്രത്യേകിച്ചും കൃപാസനം അമ്മയുടെ പ്രസൻസോട് കൂടിയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുത്തു. വാഹനത്തിൻ്റെ കളറും പോകുന്ന സ്ഥലത്തെ കളറും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ഈ മകൾ പറഞ്ഞതുപോലെ എവിടെ പോയാലും പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. പ്രാർത്ഥിക്കുമ്പോൾ തിരികളിൽ പല രൂപത്തിലും പല രീതിയിലും അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ പ്രസൻസ് ഈ മകൾക്ക്, കുടുംബത്തിനും അനുഭവിക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതെല്ലാം നമ്മൾ കൂടുതലും ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, അമ്മയുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ ഈശോയും അമ്മയും നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഓരോ കാര്യങ്ങളാണ്. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് ഭയപ്പെടേണ്ട. ജനനം മുതൽ നമ്മളെ അറിയുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ സംരക്ഷണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിലുടനീളം പറഞ്ഞത്. അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ പ്രസൻസ് എപ്പോഴും അനുഭവിച്ചറിയാൻ സാധിച്ചു എന്നാണ് ഉടമ്പടി എടുത്തതിൽ. പിന്നെ നമ്മുടെ ജീവിതത്തിലും എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. ഈ മകൾ പറഞ്ഞ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഓരോ സാഹചര്യം ഞാൻ ഉപയോഗിക്കും എന്നാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോടൊപ്പമുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതയാത്രയിൽ നമ്മോടൊപ്പമുള്ളത് നമ്മുടെ ഈശോയും അമ്മയുമാണ്. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ഭയമില്ലാതെ ഉടമ്പടി ജീവിതം നയിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾ പറഞ്ഞ പോലെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തകൻ 71:8 പറഞ്ഞ പോലെ എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ സ്തുതിക്കുവാനും നമ്മൾക്കും അതിനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജിനിമോൾക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.